85 വയസ്സുകാരിയെ പീഡിപ്പിച്ച് അവശനിലയിൽ വഴിയിൽ ഉപേക്ഷിച്ച 20-കാരൻ അറസ്റ്റിൽ. വെള്ളുവമണ്ണടി പ്ലാവോട് സ്വദേശി അഖിനാണ് വെഞ്ഞാറമൂട് പോലീസിന്റെ പിടിയിലായത്. 85 വയസ്സുകാരിയെ ആളൊഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി പീഡിപ്പിച്ച ശേഷം ക്രൂരമായി മർദ്ദിച്ച വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. ബുധനാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. വെഞ്ഞാറമൂട് ആറ്റിങ്ങൽ റോഡിൽ തലയിലും മുഖത്തും ഗുരുതരമായി പരിക്കേറ്റ നിലയിലാണ് നാട്ടുകാർ വയോധികയെ കണ്ടെത്തിയത്. നാട്ടുകാർ ഉടൻ തന്നെ ഇവരെ ആറ്റിങ്ങൽ വലിയകുന്ന് ആശുപത്രിയിൽ എത്തിച്ചു. സംഭവത്തിൽ അന്വേഷണം നടത്തിയപ്പോഴാണ് പീഡന വിവരം പുറത്തുവന്നത്. പിന്നാലെ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ആലപ്പുഴയിൽ ഭക്ഷണത്തിന് രുചി പോരെന്നാരോപിച്ച് പിതാവിനെയും സഹോദരനെയും കുത്തിപ്പരിക്കേൽപ്പിച്ച യുവാവ് അറസ്റ്റിൽ. പട്ടണക്കാട് വെട്ടയ്ക്കൽ പുറത്താങ്കുഴി ആശാകുമാറിന്റെ മകൻ 28-കാരൻ ഗോകുലിനെയാണ് അറസ്റ്റ് ചെയ്തത്. ചേർത്തല കോടതി ഇയാളെ റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ മദ്യലഹരിയിലായിരുന്ന ഗോകുൽ ഭക്ഷണത്തിന് രുചിയില്ലെന്നാരോപിച്ച് പിതാവിനെയും സഹോദരനെയും കുത്തിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു. ആശാകുമാറിനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന പ്ലേറ്റ് കൊണ്ട് തലക്കടിച്ചു. തർക്കം പരിഹരിക്കാനെത്തിയ സഹോദരൻ അനന്തുവിന്റെ കയ്യിൽ കത്തി ഉപയോഗിച്ച് പരിക്കേൽപ്പിച്ചു. ഓടിക്കൂടിയ നാട്ടുകാരാണ് ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചത്. പേരാമ്പ്ര ചങ്ങരോത്ത് മകന്റെ കുത്തേറ്റ് പിതാവിന് ഗുരുതര പരിക്ക്. ഇല്ലത്ത് മീത്തൽ പോക്കറിനെയാണ് മകൻ ജംസാൽ കത്തികൊണ്ട് കുത്തിയത്. ഗുരുതരമായി പരിക്കേറ്റ പിതാവിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ പോക്കറിന്റെ ഭാര്യ ജമീല നൽകിയ പരാതിയിൽ മകനെതിരെ പേരാമ്പ്ര പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. മകൻ പണം ചോദിക്കുമ്പോൾ നൽകാത്തതിലുള്ള വിരോധത്താൽ കുത്തി പരിക്കേൽപ്പിക്കുകയെന്നായിരുന്നു പരാതി. സംഭവത്തിനു ശേഷം കത്തിയുമായി യുവാവ് വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ പെൺകുട്ടിക്ക് നേരെ പീഡന ശ്രമം. മാവേലിക്കരയിൽ CPI നേതാവിനെതിരെ പോക്സോ കേസ്. ചാരുമൂട് വെച്ചാണ് പീഡന ശ്രമം നടന്നത്. CPI നേതാവ് H ദിലീപിനെതിരെ നൂർനാട് പോലീസ് കേസെടുത്തു. സംഭവത്തിന് ശേഷം പ്രതി ഒളിവിലാണ്. കഴിച്ച ഭക്ഷണത്തിന്റെ പണം ആവശ്യപ്പെട്ട തട്ടുകട ഉടമയ്ക്ക് നേരെ ആക്രമണം. 21-കാരൻ അറസ്റ്റിൽ. നാട്ടിക ചേർക്കര സ്വദേശി കുറുപ്പത്ത് വീട്ടിൽ ഹരിനന്ദനാണ് അറസ്റ്റിലായത്. വ്യാഴാഴ്ച രാത്രി 8ഓടെയാണ് സംഭവം. എരവേലി സുനിൽകുമാർ ചേർക്കരയിൽ നടത്തുന്ന തട്ടുകടയിൽ ഭക്ഷണം കഴിച്ചതിന്റെ പണം ചോദിച്ചതിലുള്ള വൈരാഗ്യമാണ് കാരണം. അസഭ്യം പറഞ്ഞ് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി സുനിൽകുമാറിനെ ആക്രമിക്കുകയായിരുന്നു. കൊച്ചിയിൽ രാത്രിയിൽ കറങ്ങി നടന്ന് മോഷണം നടത്തുന്ന നാഗാലാൻഡ് സ്വദേശി പിടിയിൽ. നാഗാലാൻഡ് സ്വദേശി 28-കാരൻ എപ്റ്റോ ജിമോയാണ് അറസ്റ്റിലായത്. ഇന്നലെ രാത്രിയിൽ മോഷണത്തിനിറങ്ങിയ പ്രതിയെ അതിഥി തൊഴിലാളികളാണ് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. ഇലക്ട്രോണിക്സ് കടകളിൽ കയറിയാണ് പ്രതി കൂടുതലും മോഷണം നടത്താറുള്ളത്. പകൽ സമയത്ത് കൊച്ചിയിലെ പല ലോഡ്ജുകളിൽ തങ്ങി രാത്രി മോഷണം നടത്തുകയായിരുന്നു ഇയാളുടെ രീതി. ഇയാൾ താമസിക്കുന്ന രവിപുരത്തെ ലോഡ്ജിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ മോഷണം പോയ 7 മൊബൈൽ ഫോണുകൾ കൂടി കണ്ടെത്തി. കുപ്രസിദ്ധ കുറ്റവാളി ബാലമുരുകന്റെ കൂട്ടാളി കൊച്ചിയിൽ പിടിയിൽ. 1 മാസം മുമ്പ് ജയിലിലേക്ക് കൊണ്ടുപോകും വഴി തമിഴ്നാട് പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട കുപ്രസിദ്ധ കുറ്റവാളി ബാലമുരുകന്റെ കൂട്ടാളി ഇമ്രാനെയാണ് ഇടപ്പള്ളിയിൽ നിന്ന് പിടികൂടിയത്. ചാടിയ ബാലമുരുകൻ കഴിഞ്ഞ മാസം 23-ന് ഇമ്രാനൊപ്പം തെങ്കാശിയിലെത്തി വീട്ടമ്മയെ ആക്രമിച്ച് 2 ലക്ഷം രൂപ കവർന്നിരുന്നു. മോഷണത്തിന് ശേഷം ഇരുവരും രക്ഷപ്പെട്ടു. ഇമ്രാൻ കൊച്ചിയിലുണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് കൊച്ചി സിറ്റി ഡാൻസ് ഓഫ് ഇയാൾ ഇടപ്പള്ളിയിൽ താമസിച്ചിരുന്ന വാടക വീട് വളഞ്ഞ് ഇമ്രാനെ പിടികൂടുകയായിരുന്നു. ഇയാളെ തമിഴ്നാട് പോലീസിന് കൈമാറി. അരിഷ്ടം കുടിച്ചതിന്റെ പണം ചോദിച്ച വയോധികനെ തലക്കിടിച്ചു കൊലപ്പെടുത്തി. കൊല്ലം കടക്കലിലാണ് അരിഷ്ടക്കടയിലെ ജീവനക്കാരനെ കൊലപ്പെടുത്തിയത്. കടക്കൽ മണൽവട്ടം സ്വദേശി 70-കാരനായ സത്യബാബുവാണ് കൊല്ലപ്പെട്ടത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 20 ദിവസമായി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്ന സത്യബാബു ഇന്നാണ് മരിച്ചത്. കേസിൽ കടക്കൽ തുടയന്നൂർ സ്വദേശിയായ സിനു അറസ്റ്റിലായി. പാലക്കാട് തോക്കുചൂണ്ടി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയി. ഇന്ന് വൈകിട്ട് 6:30-ഓടെ തിരുമിറ്റിക്കോട് കോഴിക്കാട്ടിരി പാലത്തിന് സമീപമാണ് സംഭവം. കൂറ്റനാട് ഭാഗത്തു നിന്നും ആറങ്ങോട്ടുകര ഭാഗത്തേക്ക് പോവുകയായിരുന്ന വ്യവസായിയുടെ വാഹനത്തെ ഒരു സംഘം തടഞ്ഞു നിർത്തുകയായിരുന്നു. പിന്നീട് തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തിയ സംഘം വ്യവസായിയെ കാറിൽ കയറ്റി തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. ഇന്നോവ കാറിലാണ് കൊണ്ടുപോയത്. ചാലിശ്ശേരി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു.